ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മഷ്റൂം വാങ്ങിയാൽ അന്നോ പിറ്റന്നോ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഫ്രഷ് ആയിരിക്കും. ഇത് വാങ്ങിയിട്ട് 3-4 ദിവസമായി. ഇനിയും ഇതെടുത്തില്ലെങ്കിൽ ചീത്തയായി പോവും. അപ്പോൾ ഇതുകൊണ്ട് നല്ല ഒരു അടിപൊളി തീയലാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. മഷ്റൂം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഓരോ മഷ്റൂമും കുറച്ച് വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. 4 പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ഒരു സവാള കൂടി എടുക്കാം. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറുകളിൽ നാട്ടിൽ കിട്ടുന്ന സവാളയും ചെറിയ ഉള്ളിയും ഒക്കെ കിട്ടാറുണ്ട്. സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് തീയലിന്. നല്ലൊരു ചോപ്പർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ സവാള പൊടിയായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ മിക്സി എത്രമാത്രം പ്രാധാന്യമാണ്, അതുപോലെ പ്രാധാന്യമാണ് ഇങ്ങനെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ. എപ്പോഴും നമുക്ക് സവാളയൊക്കെ പൊടിയായിട്ട് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യം വരും. ഈ തീയൽ തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അതിനായിട്ട് പാൻ ചൂടാക്കി. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇവിടെ കൂടുതലായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ഫ്രഷ് തിരുമിയ തേങ്ങ ഇവിടെ കിട്ടും. ചിലപ്പോഴൊക്കെ അതവർ വാങ്ങും. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് നല്ല മണമാണ്. ഒട്ടും തന്നെ ഇവർ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് മാറ്റാത്തത് കൊണ്ട് ആ ഒരു ഓയിലിൻ്റെ മണം നന്നായിട്ടുണ്ട്. പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടുകയും ചെയ്യും. ഡ്രൈ ആണല്ലോ. കുറച്ച് സവാളയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ ഒരല്പം പുളി കൂടി ചേർക്കാം. ചെറിയ ഒരു പുളിപ്പിന് വേണ്ടി കുറച്ച് പുളി മാത്രം ചേർക്കുക. അരിയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത് മാറ്റിയിട്ട് ഫ്ലഷ് മാത്രം കുറച്ച് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഏകദേശം മൂക്കാറായി ചുമന്ന് വന്നിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ ചെറിയ ചൂടിൽ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മതി. ഇത് തേങ്ങയോടൊപ്പം ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ഇതൊന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. ഇനി പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന സവാള ചേർക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൽ മഷ്റൂം ചേർക്കാം. മഷ്റൂമിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തീ നല്ല ഹൈ ആക്കി വെച്ചിട്ട് ഇതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിനി നേരത്തെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മഷ്റൂമും കൂടി ഒന്നിച്ച് വേകും. 5 മിനിറ്റ് പോലും എടുക്കില്ല. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ നേരം കൊണ്ട് തന്നെ നമുക്ക് ചോറും റെഡിയാക്കാൻ സാധിക്കും. ഇവിടെ നല്ല എളുപ്പമാണ് ചോറ് വയ്ക്കാൻ. ആവശ്യത്തിനുള്ള അരി എടുത്തിട്ട് നന്നായിട്ട് 2-3 വെള്ളം കഴുകിയതിന് ശേഷം എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്നിച്ച് പാത്രത്തിലാക്കിയിട്ട് ഈ അടുപ്പിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട, അത്ര പെട്ടെന്ന് ചോറ് റെഡിയാകും. ഇത് ഇവിടെ കിട്ടുന്ന ബാസ്മതി റൈസ് തന്നെയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരിയും വെള്ളവും ഒന്ന് തിളച്ചാൽ ഉടനെ തന്നെ ഹീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് ആ ഹീറ്ററിൽ ഇരുന്ന് തന്നെ ചോറ് വെന്തുകൊള്ളും. മഷ്റൂമും അണ്ടിപ്പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ഇതിലുണ്ട്. വറുത്ത തേങ്ങ നന്നായി തണുത്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ അരപ്പ് നല്ല മഷി പോലെ അരഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ മിക്സിയും കുക്കറും ഒക്കെ ധാരാളം സമയം പ്രവർത്തിപ്പിക്കുന്നത് അടുത്ത വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. പൊതുവെ ജർമ്മൻകാർക്ക് ഈ സൗണ്ട് ഒട്ടും തന്നെ ഇഷ്ടമില്ല. ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ പറയേണ്ട, ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ പറ്റില്ല. അരപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൂടി ചേർത്തു. ഇനി ഇതൊന്ന് താളിച്ച് ചേർക്കാം. ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. താളിക്കാനായിട്ട് പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരല്പം കടുക് ചേർക്കാം.
1/2 ടീസ്പൂൺ കടുക് ചേർത്തു, 2-3 വറ്റൽമുളക് കൂടി ചേർക്കാം. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് വയറ് നിറയെ കഴിക്കാൻ സാധിക്കും. ചോറ് മാത്രമല്ല, ചപ്പാത്തി, പൂരി, അപ്പം, പൊറാട്ട എന്നിവയുടെ ഒപ്പം എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു രുചികരമായിട്ടുള്ള മഷ്റൂം കാഷ്യൂനട്ട് കറിയാണ്. ഈ സമയം കൊണ്ട് തന്നെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാസ്മതി റൈസ് ആയതുകൊണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ജസ്റ്റ് വെള്ളം മാത്രമാണ് ഒഴിച്ചത്, എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഇത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് പാകത്തിനാണ് വെന്തിരിക്കുന്നത്. നല്ല എളുപ്പമാണ് ഈ രീതിയിൽ ചോറുണ്ടാക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ പച്ചരിച്ചോറ്. ഇതിനോടൊപ്പം തന്നെ ഒരു ഫിഷ് ഫില്ലറ്റ് കൂടി റെഡിയാക്കുന്നുണ്ട്. ആര്യയ്ക്കിത് നല്ല ഇഷ്ടമാണ്. റോസ്മേരി എന്ന പേരുള്ള ഒരു ഫിഷ് ഫില്ലറ്റാണ്. എന്ത് മീനാണെന്നറിയില്ല. ഓൾറെഡി ഇതിൽ അല്പം ഉപ്പും അല്പം പെപ്പറും ചേർത്തിട്ടുണ്ട്. എന്നാലും ഞാനിതിലൊരല്പം മഞ്ഞൾപ്പൊടിയും പെപ്പറും ഉപ്പും ഒരല്പം വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെച്ചിരുന്നാൽ ഈ തണുപ്പൊന്നും മാറിക്കിട്ടും. ഫ്രോസൺ ആണല്ലോ. ഇവിടുത്തുകാർ ഇതിൽ എന്തെങ്കിലുമൊക്കെ സോസും അതുപോലെ ഹെർബ്സും ഒക്കെ ചേർത്തിട്ട് ബേക്ക് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. കുഞ്ഞിനായതുകൊണ്ട് ഒരല്പം മാത്രമേ ഇത് ഞാൻ ചേർക്കുന്നുള്ളൂ. വലിയവർക്കാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ ബട്ടറുമാണ് ചേർക്കുന്നത്. ഫുള്ള് ബട്ടറിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം, അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഈ മീൻ അധികം നേരം വേവിക്കണ്ട, 2 മിനിറ്റ് തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചൂട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. 2 മിനിറ്റ് ഒരു സൈഡും 2 മിനിറ്റ് ഒരു സൈഡും മാത്രം മതിയാകും. നമ്മുടെ നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പാചക രീതിയാണ് ഇവിടെയുള്ളത്. ആദ്യമൊക്കെ നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതെങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും. എങ്കിലും ഇവിടുത്തുകാരുടെ ഭക്ഷണം ഭയങ്കര നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ് ഇവിടെ ഉള്ളവർ കഴിക്കുന്നത്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ധാരാളം സാലഡ്സും ചീസും ബട്ടറും ഒക്കെ അടങ്ങിയ ഭക്ഷണം. അതുപോലെ ഫുഡ് ഐറ്റം ആണെങ്കിലും എല്ലാം A ഗ്രേഡ് ക്വാളിറ്റിയിലുള്ള ഫുഡ് ഐറ്റംസാണ്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ഫിഷ് ഫില്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.